അന്ന് കുരുക്ഷേത്രത്തിന്റെ ആകാശം വിരലുകളാൽ കീറി മുറിച്ചതുപോലെ കടും ചുവപ്പായിരുന്നു. നാളെ ഈ മണ്ണിൽ വീണു ചിതറാൻ പോകുന്ന 18 അക്ഷൗഹിണിപ്പടയുടെ ശ്വാസത്തിന്റെ ചൂടോടെയായിരുന്നു കാറ്റ് വീശിയത്. യുദ്ധക്കളത്തിന്റെ വടക്കേ അതിരിൽ കല്ലും മണ്ണും കട്ടപിടിച്ച ഇരുട്ടിൽ ഒരു ചെറുചിരാത് മാത്രം കത്തുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിന്റെ വെട്ടത്തിൽ പാതി നാഗവും പാതി മനുഷ്യനുമായി പിറന്ന ഇരവാൻ എന്ന യുവാവ് തന്റെ അവസാന സൂര്യോദയത്തെ കാത്തിരുന്നു. യുദ്ധത്തിന്റെ വലിയ യന്ത്രങ്ങൾക്ക് എണ്ണയിടാൻ എപ്പോഴും വിസ്മരിക്കപ്പെട്ടവരുടെ ചോര വേണമായിരുന്നു. ധർമ്മരാജാക്കന്മാർ അവനെ നോക്കി മന്ത്രിച്ചു, മകനെ, നീ ബലിയാടാകണം. നിന്റെ ഉടൽ ചിതറുമ്പോഴേ ഞങ്ങളുടെ വംശാവലികൾക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയുണ്ടാകും. ഭാരതം എന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയ അങ്ങനെയൊരു ജീവനാണ് ഇരവാൻ. അർജുനന്റെയും നാഗകന്യകയായ ഉലൂപിയുടെയും ചോര. മഹാഭാരതത്തിന്റെ ഗണിതം ക്രൂരമാണ്. 18 നാൾ നീളുന്ന ആ മഹാസംഹാരത്തിന് തുടക്കം കുറിക്കാൻ കാളിക്കൊരു ബലി വേണമായിരുന്നു. വെറുമൊരു മൃഗബലിയല്ല, രാജരക്തമുള്ള സകല ലക്ഷണങ്ങളും തികഞ്ഞ ഒരു വീരന്റെ ഉടൽ. പക്ഷേ ആ ബലിപീഠത്തിലേക്ക് കയറുന്നതിന് മുൻപ് അവനൊരാഗ്രഹമുണ്ടായിരുന്നു. മനുഷ്യ സഹജമായ എന്നാൽ പ്രപഞ്ചത്തോളം പോന്ന ഒരാഗ്രഹം. എനിക്കൊരു വിവാഹം കഴിക്കണം. നേരം പുലരും മുൻപ് എന്നെ നെഞ്ചോട് ചേർക്കാൻ, ഒരു നിമിഷമെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരു പെണ്ണു വേണം. പക്ഷേ അടുത്ത നാൾ വെളുപ്പാങ്കാലത്ത് വിധവയാകാൻ ഏത് സ്ത്രീയാണ് തയ്യാറാവുക? ലോകം അവൻ്റെ ത്യാഗത്തെ പുകഴ്ത്തിപ്പാടാൻ കാത്തിരുന്നു. പക്ഷേ അവൻ്റെ പ്രണയത്തെ സ്വീകരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അധികാരവും ധർമ്മവും സംസാരിക്കുന്ന ലോകം അവന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചു. ഒടുവിൽ കഥ തുടരണമല്ലോ. പ്രപഞ്ചത്തിന്റെ മായാരൂപമായ മോഹിനിയായി കൃഷ്ണൻ മാറി. അതൊരു വഞ്ചനയോ നാടകമോ ആയിരുന്നില്ല. ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ ഏകാന്തതയെ ഇത്രമേലാഴത്തിൽ തൊടാനാകൂ. ആ ഒരൊറ്റ രാത്രിയിൽ മോഹിനി ഇരവാന്റെ മണവാട്ടിയായി. അനന്തത ഒരു നിമിഷത്തിനു മുന്നിൽ കീഴടങ്ങി. അവൻ വെറുമൊരു ബലിവസ്തുവല്ല, സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യനാണെന്ന് ആ രാത്രി പ്രഖ്യാപിച്ചു. പുലർന്നപ്പോൾ ഇരവാന്റെ തലയർക്കപ്പെട്ടു. കുപ്പിവളകൾ പൊട്ടി. വിറയ്ക്കുന്ന കൈകളോടെ താലി പൊട്ടിച്ച് അലറിക്കരയുന്ന മോഹിനിയെയാണ് നാം കാണുന്നത്. കാലം ഒരുപാട് കഴിഞ്ഞിട്ടും കൂവാകം എന്ന തമിഴ് ഗ്രാമത്തിലെ കൂത്താണ്ടവർ ക്ഷേത്രത്തിൽ ഇന്നും ആ രാത്രി പുനർജനിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിലുള്ള കൂവാകം എന്ന കൊച്ചു ഗ്രാമത്തിലെ കൂത്താണ്ടവർ ക്ഷേത്രവും അവിടെ അരങ്ങേറുന്ന 18 ദിവസത്തെ കൂവാകം ഉത്സവവും ലോകം ഇന്നറിയും. ആദ്യത്തെ 13-14 ദിവസങ്ങൾ സാംസ്കാരിക പരിപാടികൾ, നാടകങ്ങൾ, ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായുള്ള എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസുകൾ, സൗന്ദര്യ മത്സരം എന്നിവ നടക്കുന്നു. അവസാന ദിവസങ്ങളിലാണ് ഏറ്റവും നാടകീയവും വൈകാരികവുമായ പ്രധാന ആചാരങ്ങൾ നടക്കുന്നത്. 17-ാം ദിവസം 1000 മണവാട്ടിമാരുടെ രാത്രി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും 10,000-കണക്കിന് ട്രാൻസ്ജെൻഡർ സ്ത്രീകളാണ് വധുവിനെ പോലെ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും മുല്ലപ്പൂവും ചൂടി കൂത്താണ്ടവർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. തങ്ങളെ മോഹിനിയുടെ പ്രതിരൂപങ്ങളായി അവർ കാണുന്നു. 18-ാം ദിവസം ഇരവാന്റെ വലിയൊരു പ്രതിമ, പ്രത്യേകിച്ച് അവന്റെ വെട്ടിമാറ്റപ്പെട്ട തലയുടെ രൂപം വലിയൊരു രഥത്തിൽ ഗ്രാമത്തിലൂടെ എഴുന്നള്ളിക്കുന്നു. അഴുക്കളം വിലാപഭൂമി എന്ന് വിളിക്കുന്ന സ്ഥലത്ത് രഥമെത്തുമ്പോൾ ഇരവാന്റെ വധം പ്രതീകാത്മകമായി നടക്കുന്നു. ഇതോടെ തലേന്ന് കല്യാണം കഴിഞ്ഞ് അതീവ സന്തോഷവതികളായിരുന്ന അരവാണികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് വിധവകളായി മാറുന്നു. പൂജാരിമാർ അവരുടെ താലികൾ അറുത്തുമാറ്റുന്നു. അവർ തങ്ങളുടെ കൈകളിലെ വളകൾ പരസ്പരം തല്ലിപ്പൊട്ടിക്കുകയും നെറ്റിയിലെ സിന്ദൂരം തുടച്ചു നീക്കുകയും ചെയ്യുന്നു. പിന്നീട് വെള്ളത്തുണി ധരിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് അവർ ഇരവാന്റെ മരണത്തിൽ വിലപിക്കുന്നു. ആധുനിക നിയമവ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഭാരതീയ സംസ്കാരം അവരെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മിഥോളജിയുടെ ഭാഗമായി സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് കൂവാകം ഉത്സവം. അതിരുകളിൽ നിർത്തി നമ്മൾ വിസ്മരിച്ച ആ മുഖങ്ങളിലേക്ക് നോക്കാൻ പഠിക്കുമ്പോഴാണ് മനുഷ്യനെ തിരിച്ചറിയുന്നത്.